+1 ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളും അതുപോലെ തന്നെ മെയ് 24-നാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. ഇത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വിദ്യാർത്ഥികൾക്ക് HSCAPന്റെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് +1 പ്രവേശനത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. മെയ് 20 ഇതിനുള്ള അവസാന തീയതി. ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിലൂടെ കുട്ടികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം. ഇതിന് ഒരു മൊബൈൽ നമ്പർ വേണം. ഈ മൊബൈൽ നമ്പർ നൽകുമ്പോൾ വരുന്ന OTP ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് പുതിയ പാസ്വേഡ് നൽകാം. ഈ പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും കുട്ടികൾ ഓർത്തു വയ്ക്കുക. കാരണം അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും ആവശ്യമാണ്. ഒരു കുട്ടിക്ക് ഒരു ജില്ലയിൽ ഒരപേക്ഷ മാത്രമേ നൽകാൻ സാധിക്കൂ. വ്യത്യസ്ത ജില്ലകളിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഓരോ ജില്ലയ്ക്കും വേറെ വേറെ അപേക്ഷകൾ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ഏകജാലക പ്രവേശനത്തിന് നേറ്റിവിറ്റിയും ജാതിയും തെളിയിക്കാൻ SSLC സർട്ടിഫിക്കറ്റ് മതി. SC, ST, OBC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രവേശന സമയത്താണ് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ജാതി സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. അതേസമയം വിഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികൾ 40% അധികം വൈകല്യം തെളിയിക്കുന്നതിനുള്ള മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അവർക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ EWS കാറ്റഗറിയിലുള്ളവർ EWS സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് ശേഷം മാത്രം അപേക്ഷ നൽകുക. 10% സീറ്റ് ഇവർക്ക് സംവരണം ഉണ്ട്. ആപ്ലിക്കേഷനിൽ ഇതിൻ്റെ നമ്പർ ആവശ്യമാണ്. അതുപോലെ തന്നെ USS പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ പരീക്ഷാ ഭവനിൽ നിന്നും നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. അതുപോലെ തന്നെ NMMS പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ റിസൾട്ട് പേജാണ് ഹാജരാക്കേണ്ടത്. അതുപോലെ തന്നെ LSS പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ അനുബന്ധമായി നൽകിയിട്ടുള്ള മാതൃകയിൽ AEO നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള ഇനങ്ങളിൽ പിന്നീട് ബോണസ് പോയിന്റ് അഥവാ പ്രത്യേക പരിഗണന ലഭിക്കുന്നതല്ല. ബോണസ് പോയിന്റിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് ഓപ്ഷൻ നൽകുമ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് ആദ്യം നൽകുക. പോകാൻ കഴിയുന്ന സ്കൂളുകളും പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളും മാത്രം ഓപ്ഷനായി നൽകുക. അതായത് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളും അതുപോലെ കോഴ്സും മാത്രം ആദ്യം നൽകുക. ഇപ്പോഴും ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന സ്കൂളുകളും പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളും മാത്രം ഓപ്ഷനായി ആദ്യം നൽകുക. അലോട്ട്മെൻറ്റ് ലിസ്റ്റ് മെയ് 24-നാണ് പ്രസിദ്ധീകരിക്കുക. അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് പരിശോധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എവിടെയും അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എങ്കിലോ സ്കൂൾ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. അപേക്ഷാ വിവരങ്ങൾ മുഴുവൻ പരിശോധിച്ചതിന് ശേഷം മാത്രം ഫൈനൽ കൺഫർമേഷൻ നടത്തുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.